കോഴിക്കോട് കല്ലാച്ചിയിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ആക്രമിച്ച സംഭവത്തിൽ വളയം പോലീസ് കേസെടുത്തു. 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ഉരസിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ അവസാനിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഇന്നലെ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 വിവാഹങ്ങൾ പങ്കെടുക്കാൻ എത്തിയ കുടുംബങ്ങളാണ്. ഇവരുടെ വാഹനങ്ങൾ റോഡിൽ വെച്ച് ഉരസുകയാണുണ്ടായത്. തുടർന്നുണ്ടായ വാക്കുതർക്കം അത് വിഷ്ണുമംഗലം പാലത്തിനടുത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുകയാണുണ്ടായത്. കാറിന്റെ ചില്ല് തകർന്നു. വാഹനത്തിനകത്തുണ്ടായിരുന്ന 7 മാസം പ്രായമുള്ള കുഞ്ഞിനടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ പേരുകളില്ല, കണ്ടാൽ അറിയാവുന്ന ആളുകൾ എന്ന രീതിയിലാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് വളയം പോലീസ് പറയുന്നത്. കൂടുതൽ ആളുകൾ പിന്നീട് ഈ സ്ഥലത്തേക്ക്, ഈ പ്രശ്നം ഉണ്ടായതിന് പിന്നാലെ വിവാഹ വീട്ടിൽ നിന്നടക്കം കൂടുതൽ ആളുകൾ എത്തി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പിന്നീട് കൂടുതൽ പോലീസുകാരെത്തിയാണ് രംഗം ശാന്തമാക്കിയിരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ 10 പേർക്കെതിരെയാണ് ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വലിയ സംഘർഷാവസ്ഥയാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ പോലീസുകാർ വന്നാണ് ആ രംഗം ശാന്തമാക്കുകയും ചെയ്തിരുന്നത്. 7 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞിനടക്കമാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിരുന്നത്. ശരി രാഹുൽ, വാഹനങ്ങൾ ഉരസിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിൽ അവസാനിച്ചത്. ഇപ്പോൾ 10 പേർക്കെതിരെയാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.